ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ മനസ്സിൽ നൽകിത്തന്ന ഒരു പ്രത്യേക വേദഭാഗം ഞാൻ ആ ഭാഗത്തൊന്നും ഇവിടെ പ്രസംഗിച്ചിട്ടില്ല. കർത്താവിന് സ്തോത്രം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗമാണ്. കർത്താവിന് സ്തോത്രം. അതിൽ നിന്ന് ചില ചിന്തകൾ നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കാൻ കർത്താവിൽ ശരണപ്പെടുന്നു. Then see, the question is fasting. What is fasting? We all know. So when you look into fasting, we can see that Jesus said fasting is a part of, or should be part of, our earthly journey. യേശുക്രിസ്തുവിൻ്റെ വാക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ഭൂമിയിലെ യാത്രയിൽ ഫാസ്റ്റിംഗ് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിരിക്കണമെന്ന്. ചിലർ പറയുന്നത് യേശു പറഞ്ഞില്ല, അങ്ങനെ പഠിപ്പിച്ചില്ല, യേശുവിൻ്റെ ശിഷ്യന്മാർ ചെയ്തില്ല, പിന്നെ നിങ്ങൾ കുറച്ച് പേർക്ക് കുഴപ്പമുള്ളതുകൊണ്ട് അവർ പറയുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാർ, നമുക്കറിയാം, മത്തായി സുവിശേഷം വായിക്കേണ്ട, മാത്യു 9:14-15, മാത്യു 9:14-15, മത്തായി 9:14-15 വരുമ്പോൾ നമ്മളൊരു കാര്യം കാണുന്നു. യേശുവിൻ്റെ അടുക്കൽ യോഹന്നാൻ്റെ ശിഷ്യന്മാർ വന്ന് ചോദിക്കുന്നു, കർത്താവേ, ഞങ്ങളുടെ ഒക്കെ ഫാസ്റ്റ് ചെയ്യുന്ന പോലെ നിൻ്റെ ശിഷ്യന്മാരൊന്നും ഫാസ്റ്റ് ചെയ്യുന്നില്ല, അതെന്താണെന്ന് ചോദിച്ചപ്പോൾ കർത്താവ് പറയുന്നൊരു മറുപടിയുണ്ട്. ഇപ്പം അവരുടെ കൂടെ ആരുണ്ട്? മണവാളനുണ്ട്. പക്ഷെ മണവാളൻ താമസം പിന്നെ പോകും, അന്നേരം അവർ ഉപവാസിക്കും. അപ്പം കർത്താവ് പറഞ്ഞതിൻ്റെ അർത്ഥം, മണവാളൻ പോയി കഴിഞ്ഞാൽ ഉപവസിക്കണം. പറയാൻ മനസ്സിലായോ? എന്നുവരെ? മണവാളൻ തിരിച്ച് വരുന്നവരെ. ഓക്കെ. സോ മണവാളൻ പോയി കഴിയുമ്പോൾ ശിഷ്യന്മാർ ഉപവസിക്കണം, മണവാളൻ തിരിച്ചു വരുന്നവരെ. അതുകൊണ്ടാണ് മണവാളൻ തിരിച്ചു വരുന്നവരെയും മണവാട്ടിയായ സഭയുടെ സ്തോത്രം ചെയ്യേണ്ട ഒരു കാര്യമാണ് ഉപവാസം എന്ന് പറയുന്നത്. So fasting, we know that here in this passage we see that Jesus was questioned by the disciples of Jesus. So the disciples of John, why your disciples are not fasting? Then Jesus said that, yes, my disciples will fast because now they are not fasting because I am with them, the bridegroom. But the bridegroom will leave one day. Once the bridegroom will leave, they will fast. So that means, see, until from the moment the bridegroom left the earth, Jesus left the earth, until his second coming, the bride has to continue the spiritual exercise of fasting. Okay, so then when you look into the fasting, generally in the Bible we can see there are a number of fasting. So I see that three main ways we can see that kinds of fasting. So why we need to fast, or what, not the whole details of that. I study them into three categories. Why we need fasting, or how we can classify fasting. നമുക്ക് ഫാസ്റ്റിങ്ങിനെ ദൈവത്തിൻ്റെ വചനത്തിൽ പല രീതിയിൽ നമുക്ക് മനസ്സിലാക്കാം. ഞാനതിനെ ഇങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. 3 ടൈപ്പായിട്ട് മെയിൻ ടൈപ്പ് കാണുന്നു. സോ ഫസ്റ്റ് ടൈപ്പ് ഓഫ് ഫാസ്റ്റിംഗ്, ഇറ്റ് ഈസ് എ ഹാബിച്വൽ സ്പിരിച്വൽ എക്സസൈസ്. God is expecting his children to use fasting as a spiritual exercise, and it should be a habit. It should be a habitual spiritual exercise. It's up, that's what we see in the life of Daniel, in the life of other servants of God in the Old Testament and in the New Testament. You see that fasting become prayer become a habitual exercise, spiritual exercise. കർത്താവിന് സ്തോത്രം. ഒന്നാമത് ഫാസ്റ്റിങ് എന്തെന്നറിയാമോ? ഒരു ഹാബിറ്റാണത്. അത് ആത്മീയ സ്തോത്രം എക്സസൈസ് ആയിട്ട്, അത് ഹാബിറ്റായിട്ട് തരാം. അത് ഇറ്റ്സ് അപ് ടു അസ്. ഒരുപക്ഷെ വീക്കിലി ആകാം, സ്തോത്രം മന്ത്ലി ആകാം, സ്തോത്രം ഇയർലി ആകാം, പക്ഷെ ചിലർക്ക് 10 വർഷത്തിൽ ഒരിക്കലൊക്കെ ആകാം ആയിരിക്കും ചിലർ. സോ ഹാബിച്വൽ, that should be a habit. That is why കർത്താവിന് സ്തോത്രം, that's a good habit. So we know that our forefathers, even you see that a Sunday, every Sunday, that's a spiritual exercise, spiritual exercise. Karthavinu stotram. Maybe so I encourage you, young people, children and brothers, sisters, if you can, until I know that we all will come to a time, we become physically weak, then we won't be able to. And until you come to that position, my dear brothers and sisters, make fasting as a spiritual exercise. നിങ്ങൾക്കും എനിക്കും പറ്റാവുന്നിടത്തോളം ദൈവം ആരോഗ്യം തരുന്നതനുസരിച്ച് അതൊരു ഹാബിറ്റ് ആക്കുക. അത് റെഗുലർ ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ റെഗുലറായിട്ട്. ഇറ്റ്സ് അപ് ടു us. There is no strict rule in the Bible, but it's a good spiritual exercise. Second thing we see in the Bible, people, we can see that people like Ezra. Second thing, see, fasting is an opportunity seeking God's favor for physical well-being. ഭൗതിക
നന്മയ്ക്ക്, ഭൗതിക സ്തോത്രം ഗൈഡൻസിന്, ഭൗതിക മുന്നോട്ടുള്ള യാത്രയ്ക്ക് സ്തോത്രം ദൈവത്തിൻ്റെ ഫേവർ, ദൈവത്തിൻ്റെ സഹായം തേടുന്ന അവസരമാണ് ഫാസ്റ്റിംഗ്. രണ്ടാമത്തേത്. അപ്പോൾ അതുകൊണ്ടാണ് എസ്ര, നമുക്കറിയാം, എസ്ര ഇസ്രായേൽ മക്കളെയും കൊണ്ട് കർത്താവിന് സ്തോത്രം അവർ പ്രവാസത്തിൽ നിന്നും യെരുശലേമിലേക്ക് പോയപ്പോൾ അവരിങ്ങനെയാണ് അഹവാറ്റിങ്കൽ ഉപവാസം പ്രസിദ്ധപ്പെടുത്തി, ഞങ്ങൾക്കും ഞങ്ങളുടെ കുഞ്ഞുകുട്ടികൾക്കും ഒരു ശുഭയാത്രയ്ക്ക് വേണ്ടി. അതൊരു ഫിസിക്കൽ കർത്താവിന് സ്തോത്രം നീഡിന് വേണ്ടിയാണ്. സോ നമ്മുടെ ഫിസിക്കൽ വെൽബീയിങ്ങിന് വേണ്ടി. ചിലർ പറയാറുണ്ട് കർത്താവിന് സ്തോത്രം, പക്ഷേ ചിലരുടെ പ്രശ്നം അതിന് മാത്രമേ അവർ ഉപസിക്കത്തുള്ളൂ. ദാറ്റ് ഈസ് എ പ്രോബ്ലം. മനസ്സിലായോ? ആ ഭൗതിക നന്മയ്ക്കും ഭൗതിക വിഷയത്തിനും വേണ്ടി മാത്രം ഉപസിക്കുക എന്ന് പറയുന്നത് റോങ് ആണ്. കർത്താവിന് സ്തോത്രം. പക്ഷേ അതിനുവേണ്ടി ഉപസിക്കുക തീർച്ചയായിട്ടും കർത്താവിന് സ്തോത്രം. സി ഫോർ സ്പിരിച്വൽ, നോട്ട് ഓൺലി ഫോർ മേക്ക് ഇറ്റ് ആസ് എ സ്പിരിച്വൽ എക്സസൈസ്. സംടൈംസ് we need guidance from the Lord, we need direction. So and so there is no problem of fasting and asking God's favor. ദൈവത്തിൻ്റെ സഹായം തേടുക. സ്തോത്രം. അത് ഒക്കേഷനിലാണ്, അത് നീഡ് ബേസ്ഡ് ആകാം, നമ്മുടെ ആവശ്യം വരുമ്പോഴാകാം, ഒക്കേഷണലായിട്ട് ചെയ്യുന്നതാണ്. പക്ഷെ അത് റെഗുലർ അല്ല, അത് റെഗുലറാണ്. എന്നാൽ മൂന്നാമത്തേത് കർത്താവിന് സ്തോത്രം, തേർഡ് ടൈപ്പ് ഓഫ് ഫാസ്റ്റിംഗ് ഈസ് എൻ ഓപ്പർച്യൂണിറ്റി ഫോർ സ്പിരിച്വൽ റിന്യൂവൽ. ഹല്ലേലൂയ. ഉപവാസത്തിൻ്റെ മൂന്നാമത്തേതെന്ന് പറയുന്നത് ആത്മീയ മുന്നേറ്റത്തിനായി, ആത്മീയ പുരോഗതിക്കായി, ആത്മീയ ചൈതന്യത്തിനായി, ആത്മീയ ഉണർവിനായി കർത്താവിന് സ്തോത്രം ദൈവസന്നിധിയിൽ ഉപവസിക്കുന്നതാണ് മൂന്നാമത്തെ അവസരം. ദൈവത്തിൻ്റെ വചനത്തിൽ ഏറ്റവും അധികം എംബസൈസ് ചെയ്തിരിക്കുന്ന ഉപവാസമാണ് മൂന്നാമത്തെ കാറ്റഗറി ഓഫ് ഉപവാസം. സോ തേർഡ് കാറ്റഗറി ഓഫ് fasting, that is fasting for spiritual renewal, is the fasting that the Bible emphasizes, and that is where we see most biblical characters fasted. കർത്താവിന് സ്തോത്രം. ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്ന സ്തോത്രം ഉപവസിച്ച ദൈവത്തിൻ്റെ ദാസിമാർ മിക്കവരും ഉപവസിച്ച സ്തോത്രം മൂന്നാമത്തെ കാറ്റഗറിയിലെ ഉപവാസമാണ്. ഫോർ എക്സാമ്പിൾ സ്തോത്രം യേശു, ജീസസ് ആൻഡ് മോസസ്, യേശു, സ്തോത്രം, മോശ, ഇവരൊക്കെ എന്താണ് മൂന്നാമത്തെ കാറ്റഗറിയുടെ പ്രത്യേകത? ശ്രദ്ധിക്കണം. അവര് അതിനുവേണ്ടി മാത്രം ഹിന്ദി പറഞ്ഞ അലൽക്കർക്ക് കർത്താവിന് സ്തോത്രം, അതായത് അതിനുവേണ്ടി മാറ്റി വച്ചിരിക്കുകയാണ്. മറ്റ് വിഷയങ്ങളൊന്നുമെല്ലാം മാറ്റി ദൈവസന്നിധിയിൽ ഇരിക്കുന്നൊരു സന്ദർഭം. കർത്താവിന് സ്തോത്രം. അത് ദൈവത്തോട് മാത്രം, ബാക്കി എല്ലാത്തിനോടും വിട പറഞ്ഞ് കർത്താവിൻ്റെ സന്നിധിയിൽ മാറിട്ടിരിക്കുന്ന ഉപവാസം. സ്തോത്രം. നമ്മുടെ സഭകളിൽ നടക്കുന്ന ഉപവാസം കർത്താവിന് സ്തോത്രം ഇയർ എൻഡ് സ്തോത്രം അല്ലെങ്കിൽ മിഡ് ഇയറിൽ നമ്മൾ ചെയ്യുന്ന ഉപവാസമാണ് മൂന്നാമത്തെ കാറ്റഗറി. ആദ്യത്തെ നമ്മുടെ സഭയിൽ എല്ലാ മാസവും നമ്മൾ ഉപവസിക്കുന്നത് സ്പിരിച്വൽ എക്സസൈസിൻ്റെ ഭാഗമാണ് മന്ത്ലി ഉപവാസം എന്ന് പറയുന്നത്. കർത്താവ് നമ്മുടെ ഒരുപക്ഷെ വീടുകൾ കാണുമായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ സ്തോത്രം ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ ആസ് എ ഫാമിലി വി ഹാവ് സർട്ടൻ റെഗുലർ സ്പിരിച്വൽ എക്സസൈസ് ആസ് എ ഫാമിലി. ഞങ്ങൾ വിവാഹം കഴിച്ച ആദ്യത്തെ ദിവസങ്ങളിൽ തന്നെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് തീരുമാനിച്ച തീരുമാനമാണ് ഇങ്ങനെ ചെയ്യണമെന്ന്. കർത്താവിന് സ്തോത്രം. ഞാൻ സ്തോത്രം പ്രീ മാരിറ്റൽ കൗൺസിൽ എടുക്കുന്ന യൗവനക്കാരോട് പറയാറുണ്ട്, നിങ്ങൾ തീർച്ചയായിട്ടും ഹല്ലേലൂയ മാറ്റി ഒരു ദിവസം കർത്താവിന് സ്തോത്രം. ഇറ്റ് ഈസ് നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിനു വേണ്ടി മാത്രം, നിങ്ങളുടെ കുടുംബത്തിൻ്റെ നിലനിൽപ്പിനും നിങ്ങൾക്ക് ദൈവം തരുന്ന കുഞ്ഞുങ്ങളുടെ സ്തോത്രം ഭാവിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ആത്മീയ പുരോഗതിക്കും വേണ്ടി ഒരു സ്പിരിച്വൽ എക്സസൈസ് കർത്താവിന് സ്തോത്രം റെഗുലറായിട്ട് നിങ്ങളുടെ ആരുടെയും ജീവിതത്തിൽ ഇതുവരെ ഇല്ലെങ്കിൽ അടുത്ത വർഷം മുതൽ തുടരുവാൻ കർത്താവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. സഹോദരന്മാരെ, സഹോദരിമാരെ, നമുക്ക് പലർക്കു വേണ്ടി നമ്മൾ ഉപവസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സഭയ്ക്ക് വേണ്ടി ഉപവസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ആത്മാക്കൾക്ക് വേണ്ടി ഉപവസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതെല്ലാം തീർച്ചയായിട്ടും വേണം. എന്നാൽ 2022 ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു, നിങ്ങളും നിങ്ങളുടെ കുഞ്ഞുകുട്ടികളും ഒരു സ്പിരിച്വൽ എക്സസൈസ് പോലെ റെഗുലറായിട്ട് ഒരുപക്ഷെ വീക്ക്ലി പറ്റുമെങ്കിൽ ഐ അർജ് യു വീക്ക്ലി ഒരു നേരം മാറ്റിവെച്ചിരിക്കാൻ കഴിയുമെങ്കിൽ, അല്ലെങ്കിൽ വീക്ക്ലി പറ്റത്തില്ല, മാസത്തിൽ ഒരു നേരം ഒരു ദിവസം മാറ്റിവെക്കാൻ പറ്റുമെങ്കിൽ, ഇല്ലെങ്കിൽ 3 മാസത്തിൽ ഒരിക്കൽ മാറ്റിവെക്കാൻ പറ്റുമെങ്കിൽ, കഴിഞ്ഞ വർഷം വരെ 2021 വരെ നിങ്ങൾ കണ്ടിട്ടില്ലാത്തതായ ചില ജീവിതത്തിന്റെ മേഖലകളിൽ നിങ്ങൾക്ക് വിജയം കാണുവാൻ കഴിയും. നിങ്ങൾ വർഷങ്ങളായി പ്രാർത്ഥിച്ചിട്ടും, നിങ്ങൾ ഒരു വർഷങ്ങളായി ആഗ്രഹിച്ചിട്ടും, സ്വപ്നം കണ്ടിട്ടും നടക്കാത്തതായ ചില വിഷയങ്ങളുടെ ഉത്തരം നിങ്ങൾ മാറ്റിവെച്ച് ദൈവത്തിൽ ഇരിക്കുമെങ്കിൽ കർത്താവ് സഹായിക്കട്ടെ. ഇറ്റ് ഈസ് ഐ അർജ് യു മേക്ക് സ്പിരിച്വൽ ഫാസ്റ്റിംഗ് ആസ് എ സ്പിരിച്വൽ എക്സസൈസ്, ആസ് എ റെഗുലർ എക്സസൈസ്, and I pray that may the Lord help you. കർത്താവിന് സ്തുതി.
പക്ഷേ ഇങ്ങനെയുള്ള ഇയർ എൻഡ് ഫാസ്റ്റിംഗ്, fasting what we are doing, it is the third category. It's an opportunity for spiritual renewal, not the other two category. So we are separating. That is why I appreciate you. There are so many, brothers, sisters in our children. There was a time, even including children, separating in fasting, and we have seen the blessing of that. So അന്ന് നമ്മൾ അനുഗ്രഹം കണ്ടിട്ടുണ്ട് ഈ സഭയിൽ. കർത്താവിന് സ്തോത്രം. ഞാൻ പറയുന്നത്, ഞാൻ വേറെ സഭയുടെ കാര്യമല്ല പറയുന്നത്. ഈ സഭയിൽ ഇങ്ങനെയുള്ള മാറ്റിവെക്കുന്ന, എന്തിനാണ് നമ്മൾ മാറ്റിവെച്ചിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ആത്മീയ പുരോഗതിക്ക് വേണ്ടി, ആത്മീയോന്നതിക്ക് വേണ്ടി. എൻ്റെ പ്രാർത്ഥന 2021 കഴിയുന്നു, 2022 ആകുന്നു, സ്തോത്രം എന്ന് കരുതി ഉപവാസത്തിൻ്റെ പ്രസക്തി നഷ്ടപ്പെടരുത്. ചെറുപ്പക്കാരെ, ഹല്ലേലൂയ, മൈ യങ് പീപ്പിൾ, ഐ നോ യു വിൽ സേ ദാറ്റ് യു ഹാവ് എ ഹിസ്റ്ററി. ദെർ വാസ് എ ടൈം ഐ ഡിഡ്, ബട്ട് ഡോണ്ട് തിങ്ക് ദാറ്റ് യു ക്യാൻ റൺ, hallelujah, more with the, hallelujah, more with the old energy. No, you need more vigor. You need more wisdom. You need more grace to run. May fasting become a, hallelujah, habit and in our life. And may these days be spiritual renewal days. Separating these days to be with the Lord. ഓക്കെ, സോ ഐ വാണ്ട് ടു, ഞാൻ ഫാസ്റ്റിങ്ങിൻ്റെ ഒരു പാസേജ് അല്ല, നമുക്കെല്ലാവർക്കും സുപരിചിതമായൊരു പാസേജാണ്. യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ട്രാൻസ്ഫിഗറേഷൻ, യേശുക്രിസ്തു രൂപാന്തരപ്പെട്ട മറുരൂപമലയിലെ അനുഭവം. ആ അനുഭവത്തിൽ നിന്നുകൊണ്ട് ഈ സ്പിരിച്വൽ റിന്യൂവലിന് വേണ്ടി മാറ്റിവെക്കുന്ന, അതായത് സെപ്പറേറ്റ് ചെയ്യുന്ന ഒരനുഭവം, അതിന് ചില പാഠങ്ങൾ നമുക്ക് ഒരുമിച്ച് പഠിക്കുവാൻ കർത്താവ് കൃപ നൽകട്ടെ. ഐ ജസ്റ്റ് വാണ്ട് ടു ഫോക്കസ് ഓൺ ദി ഇവന്റ്, ട്രാൻസ്ഫിഗറേഷൻ event, and from that I want to draw some lessons that we can learn. You see that such an opportunity, when we separate ourselves from the rest of the business, from our daily routine, and separating those days, and those moments just to be with the Lord, then what can happen? അങ്ങനെ ദൈവസന്നിധിയിൽ നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് മാറ്റി സമയങ്ങൾ വെച്ചാൽ എന്തു സംഭവിക്കാം എന്നുള്ളതാണ് ട്രാൻസ്ഫിഗറേഷൻ ഇവൻറ്റിലൂടെ, ഈ മറുരൂപമലയിലെ അനുഭവത്തിലൂടെ പങ്കുവയ്ക്കാൻ താല്പര്യപ്പെടുന്നത്. കർത്താവിന് സ്തോത്രം. നമുക്ക് അത് 4 ഭാഗത്ത് പ്രത്യേകിച്ച് ഈ ഭാഗം കാണാനായിട്ട് കഴിയും. മാത്യു 17:1-8 നമുക്ക് കാണാൻ കഴിയും. അത് മത്തായി 17:1-8 വരെ നമുക്ക് കാണാം. അതാണ് നമ്മൾ ഇന്ന് വായിക്കാൻ പോകുന്നത് അല്പസമയത്തിനുള്ളിൽ. മർക്കോസ് 9:2-8 വരെ ഇത് കാണാം. ഇതേ ഇവന്റ് തന്നെ ലൂക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ലൂക്കോസ് 9:28-36 വരെ. എന്നിട്ട് പത്രോസ് ലേഖനം എഴുതുമ്പോൾ, പത്രോസ് ഇത് ഐ വിറ്റ്നസ് ആണ്, കണ്ടതാണ്. പത്രോസ് കണ്ടത് ലേഖനം എഴുതുമ്പോൾ പത്രോസ് റെഫർ ചെയ്യുന്നുണ്ട്. 2 പത്രോസ് 1:16-18 വരെ. ഇത്രയും ഭാഗങ്ങളിൽ നമുക്ക് ഈ ഇവന്റ് കാണാം. we can see this particular event, the transfiguration event or transfiguration incident, in 4 passages in the Bible. Matthew 17:1-8, Mark 9:2-8, Luke 9:28-36, and then 2 Peter 1:16-18. So these are the passages. So we will focus mainly Matthew 17:1-8, and I may refer in between to other passages also, maybe a couple of verses. So we will start reading 17:1-8. Matthew 17:1-8 വരെ വായിക്കും. 6 ദിവസം കഴിഞ്ഞ ശേഷം യേശു പത്രോസിനെയും യാക്കോബിനെയും അവന്റെ സഹോദരനായ യോഹന്നാനെയും കൂട്ടി തനിച്ചൊരു ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി അവരുടെ മുമ്പാകെ രൂപാന്തരപ്പെട്ടു. അവന്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ച് അവന്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി തീർന്നു. മോശയും ഏലിയാവും അവനോട് സംഭാഷിക്കുന്നതായി അവർ കണ്ടു. അപ്പോൾ പത്രോസ് യേശുവിനോട്, കർത്താവേ, നാം ഇവിടെ ഇരിക്കുന്നത് നന്ന്. നിനക്ക് സമ്മതമെങ്കിൽ ഞാനിവിടെ 3 കുടിലുണ്ടാക്കാം, ഒന്ന് നിനക്കും, ഒന്ന് മോശയ്ക്കും, ഒന്ന് ഏലിയാവിനും എന്ന് പറഞ്ഞു. അവൻ പറയുമ്പോൾ തന്നെ പ്രകാശമുള്ള ഒരു മേഘം അവരുടെ മേൽ നിഴലിട്ടു. മേഘത്തിൽ നിന്ന്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവങ്കൽ ഞാൻ പ്രസാദിക്കുന്നു, ഇവന് ചെവി കൊടുപ്പീൻ എന്ന് ഒരു ശബ്ദവും ഉണ്ടായി. ശിഷ്യന്മാർ അത് കേട്ടിട്ട് ഏറ്റവും ഭയപ്പെട്ട് കവിണ്ണു വീണു. യേശു അടുത്തു എന്നവരെ തൊട്ടു, എഴുന്നേൽപ്പീൻ, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. അവർ
തലപൊക്കിയാറെ യേശുവിനെ മാത്രമല്ലാതെ ആരെയും കണ്ടില്ല. I said, when you come to verse 1, it says that Jesus took them to a high mountain. So, one particular lesson I wanted to say that. So, as I said, this is an event that took place not on the plain ground, but it took place on a high mountain. So, that was a particular incident. It took place in a place that is completely detached from the rest of the ഡെയിലി റുട്ടീൻ ആൻഡ് ബിസിനസ്. മറ്റ് ബിസിനസ്സിൽ നിന്നും മാറി എന്ത് ചെയ്യുന്നറിയാമോ, ഒരു ഉയർന്ന മലയിലാണ് ഇത് സംഭവിച്ചതെന്ന്. അപ്പോൾ ഈ ഉയർന്ന മലയിൽ നമ്മൾ വിചാരിക്കും പെട്ടെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ, ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ട്, ജോയ് പാസ്റ്റർ ഓർപ്പിച്ചിട്ടുണ്ട്, ദൈവത്തിൻ്റെ വചനത്തിൽ ഓരോ വാക്കുകൾക്കും പ്രസക്തിയുണ്ട്. നിങ്ങൾ ഇവിടെ കാണുന്നുണ്ടോ, ഉയർന്ന മലയെന്ന് പ്രത്യേകിച്ച് പറയാറുണ്ട്. അപ്പം നമ്മൾ ചോദിക്കും സാധാരണ മലയെന്ന് പറഞ്ഞല്ലേ അത് ചുമ്മാതാണോ. നമ്മൾ അതേ സമയത്ത് തന്നെ മത്തായി 5:1 വായിക്കണം, നിങ്ങളൊന്ന് നോക്കിയാൽ കാണാം. മത്തായി 5:1 യേശു ക്രിസ്തു ഗിരിപ്രഭാഷണം നടത്തുന്നു. അവിടെ എഴുതിയിരിക്കുന്ന അറിയാമോ, യേശു മലയിൽ കൊണ്ടുപോയെന്ന് എഴുതിയിട്ടുള്ളൂ, പക്ഷെ ഉയർന്ന മലയെന്ന് പറയാറില്ല. പക്ഷേ അതിൻ്റെ അർത്ഥം ഉയർന്ന മലയെന്ന് പ്രത്യേകിച്ച് പറയുന്നു. കാരണം സാധാരണയിൽ നിന്നും ഉയർന്ന ഒരു മലയിലേക്കാണ്. അതിൻ്റെ കാരണം ലോകത്തിൽ നിന്നും മറ്റവരുടെ അദ്ദേഹം പറഞ്ഞത് മറ്റ് സാഹചര്യങ്ങളൊക്കെ മാറി ദൈവം ഈ ഒരു പ്രത്യേക അനുഭവം അവർക്ക് വേണമെങ്കിൽ, ഈ ഒരു പ്രത്യേക സംഭവം ഈ പ്രിയപ്പെട്ടവർ അനുഭവിക്കണമെങ്കിൽ എന്ത് ചെയ്യുന്നറിയാം, ഉയർന്ന മലയിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. സാധാരണ മലയിൽ സാധ്യമല്ല, താഴ്വാരത്തിലും സാധ്യമല്ല, ഉയർന്ന മലയിൽ മാത്രമേ ഈ അനുഭവം ഉണ്ടാകത്തുള്ളൂ. ഇനി അതിനകത്തിൽ വേറൊരു കാര്യം കൂടെ, അവിടെ എല്ലാവരെയും കൊണ്ടുപോയുമില്ല. അവിടെ 3 പേരെ മാത്രമാണ് കൊണ്ടുപോയത്. അതും മറന്നു പോകരുത്. വാട്ട് വി സീ ഹിയർ, യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ്, ജീസസ് ടുക്ക് ദം ടു എ ഹൈ മൗണ്ടൻ. വെരി സ്പെഷ്യലി mentions the Spirit of the Lord, it was on a high mountain. It could have been said as on a mountain rather, high mountain. So then not only that, he took only 3 people. So therefore we need to understand that, and that was an exclusive experience. It was a unique experience. That experience was experienced by these people on a high mountain. Such experience could only experience on a high mountain, not on a plain land or a valley. I see, then it was experienced not by all, but only by 3 people. So, minority. To be honest with you, as we heard this morning, I mean, wherever there is Church of Jesus Christ, whether it is UK, whether it is Kerala, whether it is Dubai, whether it is Saudi, it's a reality. Even in the first century, what we have seen, the last book of Revelation, there also the Holy Spirit very clearly pictures that in a church there are 2 groups of people, right? 2 groups of people. So there is no doubt that, so my prayer is that, that should not happen in our church. My desire and prayer that, Lord, we all want to be in the group that God is pleased with. But to be honest with you, that may not. Okay, ഇവിടെയും കാണുന്ന ഒരു കൊച്ചു മൈനോറിറ്റിക്ക് മാത്രമേ അനുഭവിക്കാൻ കഴിയുള്ളൂ. ഇവർ 12 പേരും അനുഭവിക്കേണ്ട അനുഭവമാണ്. കർത്താവിന് സ്തോത്രം. പക്ഷെ 3 പേർക്ക് അനുഭവിപ്പാൻ കഴിഞ്ഞുള്ളൂ. കർത്താവിന് സ്തോത്രം. ഞാൻ അതിലേക്കൊന്നും വരുന്നില്ല. കർത്താവ്, ഞാൻ അതിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ടൈം എടുക്കുമല്ലോ, എനിക്ക് മെസ്സേജ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ഒറ്റ കാര്യം പറയട്ടെ. ടു ബി ഓണസ്റ്റ് വിത്ത് യു, ഇൻ സിമ്പിൾ വേ, സി ദ പീപ്പിൾ ഹു ആർ വില്ലിംഗ് ടു ഡിറ്റാച്ച് ദംസെൽസ് ഫ്രം ദ റെസ്റ്റ് ഓഫ് ദ വേൾഡ് ആൻഡ് ടു ഹാവ് an intimate fellowship with the Lord only were taken and experienced this unique experience. നമ്മുടെ വിചാരം എന്താണെന്നറിയാമോ, നമുക്ക് ലോകവും വേണം, രാവിലെ കേട്ടോലെ, പിന്നെ ഹൈ മൗണ്ടിലെ അനുഭവം വേണം, പക്ഷേ ഇവിടെ ഒന്നും നമുക്ക് വിടുകയും ചെയ്യരുത്. നമുക്കൊന്നും ഡിറ്റാച്ച് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ മുഴുവൻ നമുക്ക് എല്ലാത്തോടും അറ്റാച്ച് വേണം. നമുക്ക് ലോകത്തോടും അറ്റാച്ച് വേണം, ഈ ഭൂമിയിലെ സകലത്തോടും അറ്റാച്ച് വേണം. അതോടൊപ്പം തന്നെ എന്തോ ചെയ്യണമെന്നറിയാമോ, നമുക്ക് ഈ ബ്യൂട്ടിഫുൾ അനുഭവം വേണം. നടക്കത്തില്ല സഹോദരങ്ങളെ, നടക്കത്തില്ല.
ഞാൻ കർത്താവിന് സ്തോത്രം. ഒരു സൈഡിൽ നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്ത് ഇപ്പം കൊറോണ ഒക്കെ വന്നപ്പോൾ സൂമിനെ ഓർത്ത് സൂം പ്രൊവിഷൻ ഇല്ലായിരുന്നു നമ്മൾ എന്ത് ചെയ്യില്ലേ, കഴിഞ്ഞ സൺഡേ പോലെ നമുക്ക്. അപ്പോൾ അതിന് ഒരു സൈഡിൽ കർത്താവിന് സ്തോത്രം ചെയ്യാറുണ്ട്. പക്ഷെ മറു സൈഡിൽ എന്ത് ചെയ്യുന്നറിയാമോ, സൂം ഒരു സൈഡിൽ നല്ലതും സൂമിൻ്റെ ഒരു വലിയ വിഷയം എന്നറിയോ, മുഴുവനോട് നമ്മൾ അറ്റാച്ച്ഡാ, ഒന്നിനോട് നമുക്ക് ഡിറ്റാച്ച് ചെയ്യേണ്ടല്ലേ. സി ദാറ്റ് ഈസ് വൺ തിങ്. ലെറ്റ് മീ എൻകറേജ് യു. ഈവൻ വെൻ യു see the problem, one of these, so Zoom, I know why I can understand the other. If you're in don't misunderstand me. See, even in Zoom, the problem is that we can be attached to everything that is comfortable for us. We can be in a very comfortable atmosphere and we wanted all the attachments. We don't want to detach anything. See, that is why I said, we as God's people, servants of God, I humbly urge you, and in whatever possible way, detach ourselves from everything we can when we come to the presence of God. Only then we will experience something unique that we have never experienced. നമ്മൾ സ്തോത്രം ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്തതും ഒരിക്കലും കേട്ടിട്ടില്ലാത്തതും ഒരിക്കലും സ്തോത്രം ലഭിച്ചിട്ടില്ലാത്തതുമായ ദൈവിക നന്മകൾ നമുക്ക് അനുഭവിപ്പാൻ കഴിയണമെങ്കിൽ നമുക്ക് പറ്റുന്നിടത്തോളം സ്തോത്രം ഡിറ്റാച്ച് ചെയ്യാൻ പറ്റുന്നതെല്ലാം ഡിറ്റാച്ച് ചെയ്യുക. ഇല്ലേ നമ്മൾ ഡിറ്റാച്ചും ചെയ്യത്തില്ല, സകലത്തിനോടും അറ്റാച്ച്മെന്റ് വേണം, ദൈവം വേണം. നടക്കത്തില്ല സഹോദരങ്ങൾ. അവസാനം നമ്മൾ ഫൂൾ മണ്ടനാണെന്ന് മനസ്സിലാകുന്നത് കർത്താവിൻ്റെ വരവിൽ. അതെത്ര ഭയാനകമായ അവസ്ഥയാണ്. കർത്താവ് സ്തോത്രം. നിങ്ങൾ നോക്കി, ഞാൻ പറഞ്ഞത് ഉപവാസം, ഞാനിപ്പോൾ മൂന്നാമത്തെ കാറ്റഗറിയിൽ സ്തോത്രം. മോശ നോക്കി മലമുകളിൽ ബാക്കി എല്ലാവരോടും എല്ലാറ്റിൽ നിന്നും ഡിറ്റാച്ച് ചെയ്തിട്ട്, അതുകൊണ്ട് മറ്റാർക്കും അനുഭവിക്കാൻ കഴിയാത്തതായ ചില ദൈവിക സത്യങ്ങളും നന്മകളും യേശുക്രിസ്തു വിൽഡറൻസിൽ പോയെന്നാണ് പറയുന്നത്, സകലത്തിൽ നിന്നും ഡിറ്റാച്ച് ചെയ്ത്. ഇവിടെ ഇരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവേ, grant me the grace that as I spend in your presence in fasting, grant me the grace to detach myself from everything. Only then I know that I will be able to experience unique experiences of the presence of God. ദൈവത്തിൻ്റെ സന്നിധിയിലെ നന്മ, ദൈവത്തിൻ്റെ സന്നിധിയിലെ കൊള്ള എന്ന് എഴുതിയിരിക്കുന്നില്ലേ. ദൈവസന്നിധിയിലെ കൊള്ള നമ്മൾ അനുഭവിക്കണമെങ്കിൽ, ദൈവത്തിൻ്റെ സന്നിധിയിലെ ട്രഷർ നമ്മൾ അനുഭവിക്കണമെങ്കിൽ, ദൈവത്തിൻ്റെ സന്നിധിയിലെ നിധി നമ്മൾ അനുഭവിക്കണമെങ്കിൽ, ഹല്ലേലൂയ, കർത്താവിന് സ്തോത്രം, പറ്റാവുന്നിടത്തോളം അതിനെല്ലാം ഡിറ്റാച്ച് ചെയ്തിട്ട് കർത്താവ് നാമം മാത്രം ഇരിക്കുന്ന അവസ്ഥ. അപ്പോൾ ദൈവം നമ്മിലേക്ക് പകരുന്ന നന്മ അനുഗ്രഹങ്ങൾ. ഹല്ലേലൂയ. It is my prayer that may the Lord help each one of us, including me, that we will be able to detach ourselves from the rest. Hallelujah. Everything that we could, hallelujah, that we will be able to experience, hallelujah, that we have not experienced on the plane. ഓക്കെ, അങ്ങനെ കർത്താവിന് സ്തോത്രം. ഞാൻ ആ ഒരു ഭാഗം പറഞ്ഞിട്ട് ഞാൻ സ്തോത്രാർത്ഥവരുടെ ഞാൻ എൻ്റെ ആഗ്രഹം 2-3 കാര്യങ്ങൾ വേഗത്തിൽ ഓർപ്പിക്കാൻ താല്പര്യപ്പെടുന്നു. അടുത്തത്, ഇതെന്തുകൊണ്ടാണ് ഇവർ ഈ ഒരു സംഭവം നടന്നത്, അതാണ് എൻ്റെ വിഷയം. ഇവിടെ എന്താണ് അവരനുഭവിച്ചത്, എന്തുകൊണ്ടാണ് ഇങ്ങനൊരു വിഷയം നടന്നത്, എന്തുകൊണ്ടാണ് കർത്താവ് രൂപാന്തരപ്പെട്ടത്, എന്താണ് അതിൻ്റെ കാരണം? സോ വാട്ട് ഹാപ്പൻ ദെയർ? വൈ ഡിഡ് ജീസസ് വാസ് ട്രാൻസ്ഫിഗേർഡ്? വാട്ട് ഹാപ്പൻ? വൈ ദാറ്റ് ഹാപ്പൻ? വൈ സച്ച് എ തിങ് ഹാപ്പൻ? കർത്താവിന് സ്തോത്രം. വിൽ ലുക്ക് ഇൻ ടു ഫസ്റ്റ് റീസൺ, വേഴ്സ് 3, 3-ാമത്തെ വാക്യത്തിൽ. ഒന്നാമത്തെ കാരണം, റീസൺ നമുക്ക് അവിടുന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. 3-ാം വാക്യം ഒന്ന് വായിക്കാം. 17, മത്തായി 17:3. മോശയും ഏലിയാവും അവനോട് സംഭാഷിക്കുന്നതായി അവർ കണ്ടു. താങ്ക് യു. സീ, മോശയും ഏലിയാവും യേശുവിനോട് സംഭാഷിക്കുന്നതായിട്ട് കാണുന്നു. പിന്നീട് നമുക്കവിടെ വരാം. കുറച്ചുകൂടെ നമുക്ക് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ക്ലിയർ ആയിട്ട് കാണുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, യേശു ക്രൂശിലേക്ക് നടന്നെടുക്കുകയാണ്. കർത്താവിന് സ്തോത്രം. യേശു ഈ ഭൂമിയിലേക്ക് വന്നതും ക്രൂശ് മരണത്തിന് വേണ്ടിയാണ്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ കേട്ടല്ലോ കർത്താവിന് ദാസന്മാരെ. അപ്പം യേശുവിൻ്റെ അൾട്ടിമേറ്റ് മിഷൻ എന്ന് പറയുന്നത് ഈ ക്രൂശ് മരണം. ക്രൂശ് മരണത്തിലൂടെ മാനവജാതിയുടെ പാപപരിഹാരം, ഇതാണ് യേശുക്രിസ്തു വന്നത്. ഈ യേശുവിന് നന്നായിട്ട് അറിയാം, യേശു മനഃപൂർവ്വമായി അറിഞ്ഞുകൊണ്ടാണ് വന്നതും. യേശു അറിയാതെ വന്നതല്ല, അറിഞ്ഞുകൊണ്ട് പിതാവേ ഞാൻ പോകാമെന്ന് പറഞ്ഞ് ഞാൻ ഇത് അടിയനെ അയക്കണമെന്ന് പറഞ്ഞ് കർത്താവ് വന്നതാണ് ഈ ഭൂമിയിലേക്ക്.
മനഃപൂർവ്വമായിട്ട് പിതാവ് തള്ളിവിട്ടതാണെന്ന് വിചാരിക്കരുത്, സമ്മർദ്ദത്തിൽ അടിമപ്പെട്ടു വന്നാന്ന് വിചാരിക്കരുത്. പിന്നെയോ കർത്താവിന് സ്തോത്രം, മനഃപൂർവ്വമായിട്ട് മനുഷ്യരൂപമെടുത്ത് കാൽവറിയിൽ മരണത്തിന് തന്നെത്താൻ ഏൽപ്പിച്ച് സമ്മതനായിട്ടാണ് കർത്താവ് ഈ ഭൂമിയിൽ വരുന്നത്. വി ഓൾ നോ ദാറ്റ് ജീസസ് കെയിം ടു ദിസ് earth to die on the cross as the remission of the sins of the whole world. And Jesus knew it very well. And he came purposefully. He came willfully. See, then we know when we come to 17:21. See, Matthew 17:21 onwards, we know that it says that then onwards, Jesus began to reveal his disciples about the cross. 17:21 onwards. 17:21 മുതൽ യേശു പിന്നെ ശിഷ്യന്മാരോടെല്ലാം തന്റെ മരണത്തെക്കുറിച്ചാണ് പറയുകയൊക്കെ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, യേശുവിന് നന്നായിട്ട് അറിയാം യേശു ക്രൂശിൽ മരിക്കുമെന്ന്. പക്ഷേ at the same time we need to understand, even though Jesus knew it very well that he has to die on the cross and he came for that purpose. But at the same time we all have to understand, Jesus, although Jesus is fully God, he is fully man. So therefore, in his earthly, reality, he needed strengthening in his earthly mission. See, since Jesus is a human being fully, so Jesus was in need of strengthening in his mission on a physical level. And we know that is why we see that Hebrews 5:7. When we come to Hebrews 5:7, there we read that Jesus cried vehemently. That is the word used. See, Son of God cried vehemently. Jesus cried vehemently. That is in his physical human nature. And Jesus also cried on the cross. What? Father, why have you forsaken me? Then Jesus cried to the Father, Father, if possible, could you please take this cup away from me? But if it is not you will, I'm willing to take it. So that is all as a man. Even though he was fully God, he was fully man. So Jesus was needed physically strengthening by others. കർത്താവിന് സ്തോത്രം. നമുക്കറിയാം യേശു ക്രിസ്തു ഈ ഭൂമിയിൽ സ്തോത്രം കാൽവറി മരണത്തിനാണ് വന്നതെങ്കിലും യേശു 100% ദൈവമായിരിക്കുമ്പോൾ തന്നെ യേശു 100% പച്ചയായ മനുഷ്യൻ, എന്നെപ്പോലെ നിങ്ങളെപ്പോലെ പച്ചയായ മനുഷ്യൻ. അതുകൊണ്ടാണ് എബ്രായ ലേഖന കർത്താവ് പറയുന്നു 5:7 ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ. യേശുവിനെ തന്നെ ഉറച്ച നിലവിളിക്കുന്നത്, ദൈവത്തിന് ഉറച്ച നിലവിളിക്കുന്നു. അത് കർത്താവിൻ്റെ മനുഷ്യത്വത്തിൽ കർത്താവ് പിതാവിനോട് കരയുന്നു. അതുകൊണ്ടാണ് മനുഷ്യത്വത്തിൽ പിതാവിനോട് കരയുന്നത്, നീ എന്നെ കൈവിട്ടത് എന്ത്? കർത്താവിന് സ്തോത്രം. അതുകൊണ്ടാണ് പിതാവിനോട് പറയുന്നത്, പറ്റുമെങ്കിൽ ഈ പാനപാത്രവും നീങ്ങുവാൻ സ്തോത്രം, ഇല്ലെങ്കിൽ നിന്റെ ഹിതത്തിനു വേണ്ടി. ഞാൻ പറയും, യേശു പൂർണ്ണ ദൈവമായിരിക്കുമ്പോൾ പൂർണ്ണ മനുഷ്യനാകിയാൽ യേശു ക്രിസ്തുവിന് തൻ്റെ മനുഷ്യത്വത്തിൽ ശ്രദ്ധിക്കണം, തൻ്റെ ദൗത്യത്തെക്കുറിച്ച്. ക്രൂശുമരണമാണ് തൻ്റെ ദൗത്യം. ആ ദൗത്യത്തെ തന്നെ ഉറപ്പിക്കേണ്ടത് ആവശ്യമാണ്. നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം ഒന്ന് വായിക്കാം. 9:30 and 31. ലൂക്ക് ചാപ്റ്റർ 9:30 and 31. ലൂക്കോസ് 9:30-31. എന്തിനാണ് ഏലിയാവും മോശയും വന്നതെന്നും എന്താണ് സംഭാഷിച്ചതെന്നും നമുക്കവിടെ മനസ്സിലാക്കാൻ കഴിയും. രണ്ട് പുരുഷന്മാർ അവനോട് സംഭാഷിച്ചു. മോശയും ഏലിയാവും തന്നെ. അവർ തേജസ്സിൽ പ്രത്യക്ഷരായി അവർ യെരൂശലേമിൽ പ്രാപിപ്പാനുള്ള നിര്യാണത്തെ കുറിച്ച് സംസാരിച്ചു. നോക്കുക, അവര് സംസാരിച്ച ഏതാണ്? നമ്മുടെ ചപ്പാത്തി എങ്ങനെ ഉണ്ടാക്കുന്നത്, പിന്നെ എന്താ പായസം എങ്ങനെ ഉണ്ടാക്കുന്നത്, അല്ലേ? അവർ വീട്ടുകാരോ നാട്ടുകാരിയോ ഊണുകാരിയോ ഒന്നും അല്ലായിരുന്നു, തീറ്റിക്കാരിയോ ഒന്നും അല്ലായിരുന്നു. അവർ സംസാരിച്ചത് എന്താണ്? യേശുവിൻ്റെ മരണത്തെക്കുറിച്ച്. ഞാൻ പറയും, യേശുവിൻ്റെ മരണത്തെക്കുറിച്ച് അറിയാനായിട്ടൊന്നുമല്ല. കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിൽ മരണം വരിക്കുമ്പോൾ മനുഷ്യനെന്ന നിലയിൽ കർത്താവിന് സ്തോത്രം താന് ക്ഷീണിച്ചു പോകരുത്. താന് സ്തോത്രം ഹല്ലേലൂയ മനുഷ്യ നിലയിൽ സ്തോത്രം തൻ്റെ സ്തോത്രം താന് ഒരിക്കലും ബലഹീനനാകരുത്. അതുകൊണ്ട് തൻ്റെ ദൗത്യത്തെ കുറച്ചുകൂടെ ഓർമ്മിപ്പിച്ച് തന്നെ ബലപ്പെടുത്തി, അതിനുവേണ്ടിയാണ് കർത്താവ് പിതാവ് പ്രത്യേകമായിട്ട് ഇവരെ അയച്ചു. കർത്താവിന് സ്തോത്രം. പ്രിയപ്പെട്ട വിശ്വാസം, ഇതൊരു സ്പെഷ്യൽ ഒക്കേഷനാണ്. It's a special experience. We know that in Luke what we read, Jesus, what Elijah and Moses spoke to Jesus. Elijah and Moses spoke to Jesus about his death on the cross. That's what we read there. See, even though, as I said, he was God and he knew that he has to die, Jesus was strengthened in his mission by Moses and Elijah. And some people, so don't try to imitate that. Don't think that, so that, no,
they had a special, both Moses and Elijah, they had special departure from this earth. They both departed this earth in a very unique way. See, Elijah did not have death, and Moses had a unique death, and the only person whose body was buried by God was Moses. He had a special burial, and nobody even saw his dead body. So both of their departure from this earth was a special. That is why God sent Moses and Elijah in a special way with a special mission. So in today's, then the people ask, can we believe that, or can we expect the people who died can come back and talk to us and strengthen us? So that is the experience we know that some people believe. See, ചില ആൾക്കാർ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, മോശയും ഏലിയാവും ഈ ഭൂമി വിട്ടു പോയവരല്ലേ, അപ്പോൾ തിരിച്ച് ഈ ഭൂമി എന്ന് യേശുവിനോട് സംസാരിക്കുന്ന പോലെ നമ്മുടെ മരിച്ച അപ്പച്ചനും അമ്മച്ചിയും അല്ലെ നമ്മുടെ പരിച്ച പാസ്റ്ററൊക്കെ വന്ന് നമ്മളോട് സംസാരിക്കാൻ പറ്റുമോ? അങ്ങനെയുള്ള അനുഭവം ഉണ്ടാകുമോ? പ്രിയപ്പെട്ട വിശ്വാസികൾ, നമുക്കറിയാം ഇവരുടെ ദൈവം അയച്ചതെന്ന് മനസ്സിലാക്കണം. സ്തോത്രം. വേറെ ആരെങ്കിലും അയക്കാമായിരുന്നല്ലോ, എലീശയെ അയക്കാമായിരുന്നല്ലോ, ദാവീദിനെ അയക്കാമായിരുന്നല്ലോ, യെശയ്യാവിനെ അയക്കാമായിരുന്നല്ലോ, യിരെമ്യാവിനെ അയക്കാമായിരുന്നല്ലോ. യേശുവിൻ്റെ സ്തോത്രം ഹല്ലേലൂയ കന്യകാ ജനനത്തെക്കുറിച്ചൊക്കെ പ്രവചിച്ചത് ഏലിയാവല്ല. കർത്താവിന് സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ കാൽവറി മരണത്തെക്കുറിച്ചും യേശുക്രിസ്തുവിൻ്റെ കന്യക ജനനത്തെക്കുറിച്ചും ഒക്കെ പ്രവചിച്ച ശ്രേഷ്ഠ പ്രവാചകനായ യെശയ്യാവിനെ അല്ല ദൈവം അയച്ചത്. കാരണം ഇവർ രണ്ടുപേരും, മോശയും ഏലിയാവും, ഈ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെട്ടതൊരു പ്രത്യേക രീതിയിലാണ്. അവരുടെ ഒരു നിസ്ത്യമല്യമായ രീതിയിൽ അവർ ഭൂമിയിൽ നിന്ന് പുറപ്പെട്ടത്. ഏലിയാവിന് മരണം കൂടാതെ പോയെങ്കിൽ മോശയുടെ മരണം സ്തോത്രം ദൈവത്തിന് മാത്രം അറിയാവുന്ന, ദൈവം ഒരു മനുഷ്യനെ അടക്കിയിട്ടുണ്ടെന്ന് ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒറ്റ വ്യക്തി മോശ മാത്രമാണ്. അവൻ്റെ ഡെഡ് ബോഡി അതുകൊണ്ട് ആരും കണ്ടിട്ടുമില്ല. ഓക്കെ, ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ ഈ ഭൂമിയിൽ നിന്ന് പോയ ഇവരെ രണ്ടുപേരെയും കർത്താവ് അയച്ചു. അതൊരു യൂണീക്ക് എക്സ്പീരിയൻസ് ആണ്. അതുകൊണ്ട് നാളെ മരിച്ച ആരെങ്കിലും നമ്മളോട് സംസാരിച്ചെന്ന് പറഞ്ഞ് ആരും വിശ്വസിക്കരുത്, എക്സ്പെക്റ്റും ചെയ്യരുത്. സം ഡേയ്സ് ഓക്കെ, let me tell you, see, don't try to imitate such experiences, okay, thinking that it can be repeated. I mean, see, there are many experiences in the Bible, they cannot be repeated, they won't be repeated. Okay, see, that is why some people say that I am ready to accept that if Jesus talked to me directly or sent, Moses or Elijah, എനിക്ക് മോശയോ അല്ലെങ്കിൽ എലിയൊക്കെ പറഞ്ഞ് എലിയാവൊക്കെ പറഞ്ഞ് ഞാനങ്ങ് വിശ്വസിക്കാം കർത്താവിന്. അതുകൊണ്ട് ചിലർ പറയാറുണ്ട്, ദൈവം എന്ത് ചെയ്യുന്നറിയാമോ, ചിലർക്കൊക്കെ ദൈവിക പ്രൊവിഷൻ അയച്ചിട്ട്, നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, നമ്മളങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടോ? നമ്മുടെ ആരെങ്കിലും നമ്മളെ സഹായിക്കുന്നു, പക്ഷെ നമ്മളിങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടോ? ലിറ്ററൽ അക്ഷരാർത്ഥം, എനിക്ക് കാക്ക തന്നെ കൊണ്ടുവന്നാൽ മതി, പ്രാവ് കൊണ്ടു തരണ്ട. ഏലിയാവിന് കാക്ക കൊണ്ടുവന്നുകൊണ്ട് കാക്ക തന്നെ തരണമെന്ന്, ദാറ്റ് ഈസ് എ പ്രോബ്ലം. അതാണ് പറയുമ്പോൾ അതിൻ്റെ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, ദാറ്റ്സ് എ യൂണിക് എക്സ്പീരിയൻസ്, ബട്ട് ദ പർപ്പസ് ഈസ് ദാറ്റ് ടു strengthen the mission of Jesus on the cross. Now, let me come back to the fasting. So fasting is an opportunity. The fasting as we do today in these days are days separated to be with the Lord alone. In such occasion, the first thing can happen is God can strengthen our mission on this earth before we depart this earth. ഈ ഭൂമിയിൽ നിന്നും നമ്മൾ വിട്ടുപോകുന്നതിന് മുമ്പേ നമ്മളിലൂടെ ദൈവം ചെയ്തെടുക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവിക ഉദ്ദേശങ്ങളെ വെളിപ്പെടുത്തുന്ന ഏറ്റവും മനോഹരവും ശ്രേഷ്ഠമായ അവസരമാണ് ഇങ്ങനെയുള്ള ഉപവാസ പ്രാർത്ഥന ദിവസങ്ങൾ. നമ്മുടെ മിഷനെ സ്ട്രെങ്തൻ ചെയ്യുന്ന, നമ്മുടെ മിഷൻ പേഴ്സ്പെക്റ്റീവിനെ സ്ട്രെങ്തൻ ചെയ്യുന്ന, നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആലോചനകളെ വ്യക്തമായി അറിയിക്കുന്ന, നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പർപ്പസുകളെ, നമ്മിലൂടെ ദൈവം ചെയ്തെടുക്കുവാനുള്ളതായ ദൈവത്തിൻ്റെ ആഗ്രഹങ്ങളെ, ദൈവത്തിൻ്റെ സ്വപ്നങ്ങളെ, ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നതും അതിന് ദൈവം നമ്മെ ഉറപ്പിക്കുന്നതുമായ അവസരങ്ങളാണ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്. See, the fasting of this kind is the best opportunity. God can reveal us, hallelujah, what is God's plan for our life, what God wants to accomplish through our lives, and what is God's desire. കർത്താവിന്റെ സ്തോത്രം. ഈ ഉപവാസ പ്രാർത്ഥനകളിൽ
ഇങ്ങനെയുള്ള ഉപവാസ പ്രാർത്ഥനയിലെ ഒരു ദൈവത്തിൻ്റെ പൈതലിലെ ഏറ്റവും വലിയ നമ്പർ 1 പ്രാർത്ഥന ഇതായിരിക്കണം. കർത്താവിന് സ്തോത്രം. ഇതായിരിക്കണം, കർത്താവേ ഇനി എനിക്ക് എത്ര നാളുകൂടി ഈ ഭൂമിയിൽ ഉണ്ട്? ഈ എത്ര നാൾ 2022 എനിക്കുണ്ടോ? ഉണ്ടെങ്കിൽ അതെന്തിനാണ് എനിക്ക് തരുന്നത്? ഈ ഉപവാസ പ്രാർത്ഥന തീരുന്നു മുമ്പ് എല്ലാവരും ചോദിക്കണം. കർത്താവ് നമുക്ക് ദൈവത്തോട് നമ്മളോട് ചോദിക്കും, കർത്താവേ എൻ്റെ ഉത്തരവാദിത്വം ഭാര്യ ഭർത്താവ് എന്നതിൽ എത്ര നാളുകൂടെ ഉണ്ട് ഇനി? ഭാര്യ ഭർത്താവ് സ്തോത്രം എന്നുള്ള ഉത്തരവാദിത്വം. ദൈവമേ എൻ്റെ ആയുസ് എത്ര കൂടെ ഉണ്ട്? ഈ ഭൂമിയിൽ എത്ര നാളുകൂടെ ഞാൻ ജീവിക്കും? UK ഞാൻ എത്ര നാളുണ്ട്? ബർമിയാമിൽ ഞാൻ എത്ര നാൾ കാണും? എന്താണ് എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്? എന്തിനാണ് 2 കുഞ്ഞുങ്ങളെയൊക്കെ പ്രസവിച്ച് അവരുടെ കല്യാണമൊക്കെ കണ്ടിട്ട് അങ്ങ് പോയാൽ മതി? ഇതിനാണോ ദൈവം? നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. പക്ഷെ നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോലെ എത്രയോ ഇല്ലേ, ചിലർ വല്ലച്ചാലും പിള്ളേരുടെ കല്യാണം കൂടെ കഴിഞ്ഞിട്ട് അങ്ങ് പോയാൽ മതി. അങ്ങനെയാണെങ്കിൽ ഒന്ന് ഓർത്ത് നോക്കി, നമ്മളെപ്പോലെ അധമനായ ഒരു വ്യക്തി. അപ്പം നമ്മൾ പറയുന്നത് എന്തോ അറിയാതെ പറയുന്നത്, എന്തിനാണ് ദൈവം നമ്മെ ഈ ഭൂമിയെ സൃഷ്ടിച്ച് 2 കുഞ്ഞുങ്ങൾ അല്ലേ ഞാൻ ചുമന്ന് അവർക്ക് ജന്മം നൽകി, അവരുടെ വിദ്യാഭ്യാസമൊക്കെ നോക്കി വല്ലച്ചാലും വിടുന്നു? അതല്ല സഹോദരൻ, അതിനല്ല. നമ്മൾ ദൈവത്തോട് ചോദിക്കണം, കർത്താവ് എന്താണ് എൻ്റെ ഉദ്ദേശം? വാട്ട് ഈസ് യുവർ പർപ്പസ്? വാട്ട് ഈസ് അൾട്ടിമേറ്റ്ലി യു വാണ്ട് മീ ടു അക്കംപ്ലിഷ്? അത് ആ പദം അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾ സമയം കിട്ടുവാണെങ്കിൽ വായിച്ചു നോക്കുക. ലൂക്കോസ് 9:30-31 ധ്യാനിക്കണം. എന്താണ് അക്കംപ്ലിഷ് ചെയ്യേണ്ടത്? അങ്ങനെ എഴുതിയിരിക്കുന്നു പദം. ആ ഒറിജിനൽ ഭാഷയിലും അങ്ങനെയാണ്, ചില ട്രാൻസ്ലേഷൻ ഉണ്ട് അങ്ങനെയാണ്. വാട്ട് ഹി ഹാസ് ടു അക്കംപ്ലിഷ് ഇൻ ജെറുസലേം എന്നാണ്. കർത്താവേ എന്താണ് ഞാൻ അക്കംപ്ലിഷ് ചെയ്യേണ്ടത്? ഞാൻ മരിക്കുന്നതിന് മുമ്പ്, ഈ ഭൂമിയിൽ നിന്നൊരു യാത്ര തീരുന്നതിന് മുമ്പ് എന്താണ് ഞാൻ അക്കംപ്ലിഷ് ചെയ്യേണ്ടത്? എന്നെ അറിയിക്കണം കർത്താവ്, എന്നെ അറിയിക്കണം. എനിക്കറിയാം, രാവിലെ രജി പാസ്റ്റർ പോലെ നമുക്ക് ഇങ്ങനെയുള്ള ഉപവാസ പ്രാർത്ഥന ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും അല്ല നമുക്ക് കർത്താവിന് സ്തോത്രം ആഗ്രഹിക്കുന്നത്. പക്ഷേ ദാറ്റ് ഈസ് വാട്ട് ഈസ് ദ ലോർഡ് ഈസ് ആസ്കിങ് us, ഗിവിങ് us. കർത്താവിന് സ്തോത്രം. ദൈവം തരാത്ത മെസ്സേജ് കർത്താവിന് സ്തോത്രം ഇമോഷണലി നമുക്ക് പ്രസംഗിക്കാനായിട്ട് കഴിയും, അങ്ങനെയല്ല. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവിനെ അനുസരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുന്ന മെസ്സേജ് നമുക്ക് തരാൻ കഴിയത്തുള്ളല്ലോ. ഇന്ന് രാത്രി ഞാൻ ഇവിടെയുള്ള എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ ജനത്തോട്, ഇവിടെയുള്ള ദൈവജനത്തോട്, ഹല്ലേലൂയ, സൂമിലുള്ള ദൈവജനത്തോട് കർത്താവിന്റെ നാമത്തിൽ ദൈവാശ്രയത്തിൽ അപേക്ഷിക്കുന്നു. ഈ 31 തീരുന്ന മുമ്പേ ഒരു പ്രാവശ്യങ്ങളും പ്രാർത്ഥിക്കണം, ദൈവമേ ഈ ഭൂമിയിൽ എന്തിനാണ് എന്നെ അയച്ചത്? എന്തിനാണ് അയച്ചത്? ഈ ഭൂമിയിൽ എന്താണ് ഞാൻ ചെയ്തെടുക്കേണ്ടത്? എന്നിലൂടെ എന്താണ് ചെയ്തെടുക്കേണ്ടത്? എന്നെ ഒന്ന് അറിയിക്കണമേ കർത്താവേ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. Lord, dear children of God, we need to pray, hallelujah, before you and me complete up this year, finish this year, pray and make a humble prayer to the Lord. Lord, why am I here on this earth? What is your purpose over my life? Why I'm here, oh God? What am I doing here? Why? What do you want me to do? What do you want me to accomplish, oh God? How long I will be here, oh God? Hallelujah. Am I fulfilling Father's will? Hallelujah. Lord, is there anything that you want me to correct? Is there anything that you want me to change? Is there anything that, hallelujah, I want to, hallelujah, accomplish, oh God? Tell me, reveal me during this fasting prayer. കർത്താവേ നീ അറിയിക്കണമേ. യേശു ദൈവോത്തരനായിട്ടും, ഞാൻ പറഞ്ഞു വരുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു ദൈവോത്തരനായിട്ടും യേശു ക്രിസ്തുവിന്റെ മിഷനെ കുറിച്ച്, ഹല്ലേലൂയ, ദൈവം തന്റെ ഭക്തന്മാരെ അയച്ച് യേശുവിനെ ബലപ്പെടുത്തി അറിയിച്ചുവെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് എത്രമാത്രം വേണം സഹോദരങ്ങളെ? ഡിയർ ചിൽഡ്രൻ ഓഫ് ഗോഡ്, ഇഫ് ജീസസ് വാസ് ഇൻ നീഡ് ഓഫ് സച്ച് സ്ട്രെങ്തനിങ്, ഹൗ മച്ച് more we need strengthening in our spirit regarding our purpose and plan on this earth. കർത്താവിന് സ്തോത്രം. രണ്ടാമത് മടങ്ങി വരാം. 2:17 മാത്യു 17 5-6 വാക്യങ്ങൾ ഒന്ന് വായിക്കാം. 5-6 വാക്യങ്ങൾ, 5 and 6. മാത്യു 17, 5 and 6. അവൻ പറയുമ്പോൾ തന്നെ പ്രകാശമുള്ള ഒരു മേഘം അവരുടെ മേൽ നിഴലിട്ടു. മേഘത്തിൽ നിന്ന്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവങ്കൽ ഞാൻ പ്രസാദിക്കുന്നു, ഇവന് ചെവി കൊടുപ്പീൻ എന്നൊരു ശബ്ദവും ഉണ്ടായി. What we read here, a voice from heaven. This is my beloved son in whom I am well pleased. The voice of the Father. Do you think that this is for the first time, such a voice? In the same book, Matthew 3:17, we see that after the baptism of Jesus. So there also it is said. Okay. Then again we hear here. Some people say that, we should not repeat. Simple thing. This morning, what a simple message. We all know the verse. How many times we read? But when it come, do you think that is a fresh message? No. New message? No.
But the same, how many times we read? But when, that is why God repeated it, but in a fresh way. Why? Because we all need that. The same verses, simple verse. That is what is the beauty of God's word. We have only 66 books, in the Bible. The same book, only 66 books, same books, 16 and a half years. So that is the beauty. Even when we read, see Matthew 17, how many times I read? But now when I read, it comes to me as a fresh message. That's the beauty of the word of God. കർത്താവിൻ്റെ വചനത്തിൻ്റെ മഹത്വം ഇതാണ്. സെയിം ബുക്കാണ്, പുതിയ ബുക്കല്ല. 67ാമത്തെ ബുക്ക് നമ്മൾ ആഡ് ചെയ്യണ്ടില്ലേ? നമുക്കിഷ്ടം അനുസരിച്ച് നമ്മുടെ ഓരോ പ്രാക്ടീസ് അനുസരിച്ച് ആഡ് ചെയ്യുന്നതല്ല. 66 പുസ്തകം നമ്മൾ വേഴ്സും ആഡ് ചെയ്യുന്നില്ല, ബുക്കും ആഡ് ചെയ്യുന്നില്ല. പക്ഷെ നമ്മൾ വായിക്കും തോറും വീണ്ടും സെയിം വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഇവിടെ എന്താ സംഭവിച്ചത്? സെയിം കാര്യം തന്നെ. അത് കർത്താവിന് വേണ്ടിയാണോ? അല്ല. കർത്താവിന് വേണ്ടി പറഞ്ഞതല്ല. കർത്താവിന് അറിയത്തില്ല എൻ്റെ പുത്രനാണ് പറഞ്ഞിട്ടാണോ? അല്ല, കർത്താവിന് വേണ്ടിയല്ല. ഇത് ആദ്യത്തേത് യേശുവിന് വേണ്ടി അയച്ചു. എന്താ? സ്വതന്ത്രം യേശുവിൻ്റെ മിഷനെ സ്ട്രെങ്തൻ ചെയ്തു. രണ്ടാമത് സംഭവിച്ചത് എന്താ അറിയാമോ? ഇത് ശിഷ്യന്മാർക്ക് വേണ്ടിയാണ്. So this is for the second. What experience? Why such an experience? Because this is to re-establish and strengthen the conviction of the disciples that Jesus is the Son of God. Okay, it's not because they did not know. They knew it. But still, it was needed for them to be re-established and re-establish, and you see that, and re-strengthen their conviction that Jesus is the Lord. Because on that basis only they can build up their faith and the Jesus movement. കർത്താവിന് സ്തോത്രം. നമുക്ക് യേശു ഇവിടെ രണ്ടാമത് സംഭവിച്ചെന്നറിയാമോ? ഇത് ഇവൻ എൻ്റെ പ്രിയപുത്രനിൽ പ്രസാദിച്ചിരിക്കുന്നതെന്നുള്ളത് ഇത് യേശുവിന് വേണ്ടിയല്ല, പിന്നെയോ ഈ ശിഷ്യന്മാർക്ക് വേണ്ടിയാണ്. ഈ ശിഷ്യന്മാർക്ക് അറിയത്തില്ലയോ യേശു ദൈവത്തിൻ്റെ പുത്രനാണെന്ന്? തീർച്ചയായിട്ടും അറിയാം. അതാണ് ഞാൻ പറഞ്ഞത്. മത്തായി സുവിശേഷം 3:17 സ്നാനപ്പെട്ട സമയത്തും ഈ ശബ്ദം നമ്മൾ കേൾക്കുന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞത് ഇനിയും ഇവർക്ക് അറിയാഞ്ഞിട്ടല്ല, അറിയാം. എങ്കിലും ഇവർക്ക് എന്തെന്നറിയാമോ? ഇവരുടെ വിശ്വാസത്തെ ഉറപ്പിക്കുവാൻ രണ്ടാമതിനു വേണ്ടിയാണ്. അതായത് ഈ സംഭവം എന്തിനിങ്ങനെ സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശിഷ്യന്മാരുടെ വിശ്വാസത്തെ ഉറപ്പിക്കുവാൻ. കാരണം ഇവർ വിശ്വാസത്തിൽ ഉറച്ചില്ലെങ്കിൽ കർത്താവിന് സ്തോത്രം ഇവർ പരാജയപ്പെടുമെന്ന് കർത്താവിന് നന്നായിട്ടറിയാം. അതുകൊണ്ട് കർത്താവിന് സ്തോത്രം. ഇനിയും നമ്മൾ ഇവിടെ വരുമ്പോൾ നമുക്കറിയാം ഈ ഇൻസിഡൻറ്റ്. ഇതിന് 17:1 വായിക്കാമോ? വേഴ്സ് 17:1. ഓക്കെ, ഇവിടെ നമ്മൾ കാണുന്നു 6 ദിവസത്തിന് ശേഷം. 6 ദിവസത്തിന് ശേഷമാണ് ഇത് സംഭവിക്കുന്നത്. ഇപ്പം എന്തോ 6 ദിവസത്തിന് ശേഷം എന്ന് പറഞ്ഞാൽ, ഈ 6 ദിവസത്തിന് ശേഷം എന്ന് പറഞ്ഞാൽ 16-ാം അധ്യായത്തിൽ ഒരു സംഭവം നടക്കുന്നു. 16-ാം അധ്യായത്തിൽ യേശു ക്രിസ്തു ശിഷ്യന്മാരോട് ചോദിക്കുന്നു, നിങ്ങൾ എന്നെ ആരെന്ന് പറയും? നാട്ടുകാർ പറയുന്നു, അതൊക്കെ നമുക്കറിയാം. അപ്പം പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. അത് ആരുടെ മുമ്പിലാണ് വെച്ച് പറഞ്ഞ്? എല്ലാവരുടെ മുമ്പിൽ വെച്ചാണ് പറഞ്ഞ്. എല്ലാ ശിഷ്യന്മാരുടെ മുമ്പിൽ വെച്ചു പത്രോസാണ് പറഞ്ഞത്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന്. 16-15 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ അറിയാം. 16-15 മുതൽ 16-15 ഓൺവേർഡ്സ്. കർത്താവിന് സ്തോത്രം. എന്നിട്ട് യേശു പറഞ്ഞു, ശരിയാണ്, പക്ഷെ പിതാവായ ദൈവം നിങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നത്. അപ്പോൾ ഈ സ്തോത്രം പിതാവായ ദൈവം വെളിപ്പെടുത്തി കൊടുത്തിട്ടും കർത്താവിന് സ്തോത്രം, പിതാവായ ദൈവം വെളിപ്പെടുത്തി കൊടുത്ത് ആർക്ക്? പത്രോസ് കൺഫസ് ചെയ്തു. ആ പത്രോസിൻ്റെയും കൂടെ മുമ്പ് വെച്ചാ പറഞ്ഞത്, പിതാവായ ദൈവം ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്നുള്ളത്. കർത്താവിന് സ്തോത്രം. See, this took place after 6 days. 6 days means after the Father's 6 days after the Father's revelation to Peter that Jesus is the Son of God. Okay, so 6 days after Father's revelation to Peter that Jesus is the Son of God. So then now after 6 days again Father is revealing. So this because they need to be convinced that Jesus is the Son of God. Karthavinu stotram. Because why? Because Jesus is going to the cross. So when Jesus would be going to the cross, in a while God the Father knew it very well that these guys will be shaken in their faith, and they will run away, and they will leave Jesus, and they cannot stand in the faith. That's the reason before Jesus was sent on the cross, God the Father knew it very well that, he had to strengthen the faith
of the disciples. That is the reason, God the Father is again talking to them and making them to listen so that they be strong. കർത്താവിന് സ്തോത്രം. അതായത് ഇവർ എന്തിനാണ് വീണ്ടും പറയുന്നറിയാമോ? നമുക്കറിയാം, അല്പസമയത്തിന് ശേഷം യേശു ക്രൂശിലേക്ക് പോവുകയാണ്. അപ്പൊ യേശു ക്രൂശിലേക്ക് പോകുമ്പോൾ ഈ ശിഷ്യന്മാർ നമുക്കറിയാം കർത്താവിനെ വിട്ടു പോകുമെന്നറിയാം, അവിടെ വിശ്വാസം പതറുമെന്നറിയാം. ഇവർക്ക് യേശു ക്രൂശിലേക്ക് പോകുന്ന സംഭവം അവർക്ക് ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടാണെന്നും അത് പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ലെന്നും നന്നായിട്ട് അറിയുന്ന പിതാവ് യേശു ക്രൂശിൽ പോകുന്നതിന് മുമ്പ് ഈ ശിഷ്യന്മാർ നന്നായിട്ട് ബോധ്യമുണ്ടാകണം. ഇവർ വിശ്വസിക്കുന്ന, ഇവർ പിന്തുടരുന്ന, ഇവർ അനുഗമിക്കുന്ന ഇവരുടെ മുമ്പിലെ ഈ ഗുരു അവൻ ദൈവപുത്രനാണ്, ഇവൻ സാക്ഷാൽ ദൈവമാണെന്ന് ഇവർ വിശ്വസിച്ചില്ലെങ്കിൽ ഇവരുടെ കാര്യം പോക്കാണെന്ന് മനസ്സിലായി കർത്താവ്. ഹല്ലേലൂയ. ഈ പ്രത്യേക അനുഭവത്തിലൂടെ അവിടെ വിശ്വാസത്തെ ദൃഢപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. കർത്താവിന് സ്തോത്രം. The Father was strengthening the faith and the conviction of the disciples because he knew it very well that when Jesus would go on the cross and the disciple would not be able to stand, their faith will be shaken. Hallelujah. Dear children of God, we know that even 16, do you think that it was a new experience, for new information for them about the cross? No. Even in 16th chapter, when you come to 16th chapter 21 to 23, Jesus was trying to convince them about his crucifixion and resurrection. Still disciples could not believe. യേശു ക്രിസ്തു സ്തോത്രം 16:21 മുതൽ വായിക്കുമ്പോഴും തൻ്റെ ക്രൂശ് മരണത്തെക്കുറിച്ചും താൻ സ്തോത്രം മരിക്കുമെന്നും അതൊക്കെ അന്ന് മുതൽ അങ്ങനെ എഴുതിയിരിക്കുന്നത് 16-ാം അധ്യായത്തിലാണ്. അന്ന് മുതൽ യേശു പറഞ്ഞു, ഞാൻ യെരുശലേമിൽ ചെന്നിട്ട് ഞാൻ സ്തോത്രം കൊല്ലപ്പെടുമെന്നും പിന്നെ 3 ദിവസത്തിന് ശേഷം ഞാൻ ഉയർത്തെഴുന്നേറ്റ്. ഇതെല്ലാം പറഞ്ഞിട്ടൊന്നും മനസ്സിലാകത്തില്ല. നമ്മൾ ഇതുപോലെ തന്നെയാണ്. നമ്മൾ 7 ദിവസം ഉണ്ടായിരുന്നാലും സ്തോത്രം നമ്മൾ മലയാളത്തിലും ഇംഗ്ലീഷിലും പറഞ്ഞാലും ഇതൊന്നും പിടികിട്ടാത്ത ആൾക്കാർ എല്ലായിടും ഉണ്ടാവും, എല്ലായിടും. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, വീണ്ടും വീണ്ടും പറയുന്നത്. കാരണം എന്താണെന്നറിയാമോ? വരാനിരിക്കുന്ന ദിവസങ്ങൾ എളുപ്പമല്ല. കർത്താവിന് നന്നായിട്ട് അറിയാം, പിതാവിന് നന്നായിട്ട് അറിയാം, വരുവാനുള്ള ദിവസങ്ങൾ എളുപ്പമല്ല. കർത്താവിന് സ്തോത്രം. അത് ഭയാനകമായ ദിവസങ്ങളാണ്, അത് വേദനാജനകമായ ദിവസങ്ങളാണ്, അത് ഇവർക്ക് സഹിക്കാൻ പറ്റാത്ത ദിവസങ്ങളാണ്, അത് കഠിന പീഡയുടെ ദിവസങ്ങളാണ്, അതിന് മുമ്പാകെ പിടിച്ചു നിൽക്കുവാൻ ആർക്കും പറ്റാത്ത ദിവസങ്ങളാണ്. അതിനു മുമ്പാകെ പിടിച്ചു നിൽക്കുവാൻ കഴിയണമെങ്കിൽ അവരുടെ വിശ്വാസത്തിൽ ദൃഢതയുള്ളവരാകണം. വിശ്വാസത്തിന്റെ ബോധ്യങ്ങൾ അവർ ശക്തിയുള്ളവരായി തീരണം. അതിന് ദൈവം കരുണ കാട്ടി ഈ അവസരത്തിൽ കർത്താവ് വീണ്ടും അവരെ ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ ഒരു കാര്യം വിളിച്ചു പറയട്ടെ, വരാനിരിക്കുന്ന ദിവസങ്ങൾ ലോകത്തിന് ശുഭമല്ല. In the light of God's word, perilous are the days ahead of us. Listen me, says the Lord. Rakabara Shamdura. കഴിയുമെങ്കിൽ വൃതന്മാരെ കൂടെ തെറ്റിക്കുവാൻ വേണ്ടി അത് സമയം ഇല്ല എന്നറിഞ്ഞ്, സമയം തീർന്നു എന്നറിഞ്ഞ് ദുഷ്ടപിശാച് വൃതന്മാരെ കൂടെ തെറ്റിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അവസാന നാളുകൾ, ദുഷ്കാലത്ത് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നിന്റെ വിശ്വാസത്തെ ദൃഢപ്പെടുത്തുവാൻ ലഭിക്കുന്ന അവസരങ്ങൾ ഉപയോഗിക്കുവാൻ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് ആരോടോ ബുദ്ധി ഉപദേശിക്കുന്നു. ഹല്ലേലൂയ. ശുഭകരമായ ദിവസങ്ങളാണെന്ന് ആഗ്രഹിക്കുന്നതിന് കുഴപ്പമില്ല. കർത്താവ് ഇതെല്ലാം അടിഞ്ഞു പോകുന്നു വിശ്വസിക്കുന്നതിന് കുഴപ്പമില്ല. കർത്താവിൻ്റെ വചനത്തിന് സത്യമെങ്കിൽ കർത്താവിൻ്റെ വചനം പറയുന്നു, അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുന്നു. റക്കമന ശംദുന. ഇന്ന് രാത്രി ദൈവാത്മാവിൽ വിളിച്ചു പറയുന്നു, ഇനി മുമ്പോട്ടുള്ള ദിവസങ്ങൾ ശുഭകരമായിരിക്കുകയില്ല. ഒരുങ്ങുവാൻ താല്പര്യമുള്ളവർ ഒരുങ്ങുവാൻ ദൈവാത്മാവ് പറയുന്നു. വിശ്വാസത്തിൽ ക്ഷീണിക്കുന്ന ദിവസങ്ങളായിരിക്കാം മുൻപോട്ടുള്ളത്. കർത്താവിന് സ്തോത്രം. There is a common misunderstanding. People think that there is an auto spiritual renewal system. Okay? Some people think that there is an auto renewal system in spirituality. നമ്മുടെ വിചാരം ആത്മീയ ജീവിതത്തിന് ഓട്ടോ റിന്യൂവൽ ഉണ്ട്. ഏതാ? ഒരിക്കൽ രക്ഷിക്കപ്പെട്ടു, പിന്നെ സ്നാനപ്പെട്ടു, പിന്നെ ഒരു 3 മുറി അന്യഭാഷയുണ്ട്, പരിപാടിയെല്ലാം കഴിഞ്ഞു, പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ പോകുന്നു.
No, no. Listen me, young people, brothers, sisters. There is no auto renewal spirituality. Bible very clearly teaches that we need to make use of every opportunity to strengthen our spiritual life. We need to make use of every opportunity possible to renew our spiritual life. Otherwise, you and me cannot stand when the perilous, challenging days and incidents. കേൾക്കുന്നവരുടെ ചെവി മുഴങ്ങുന്ന ഇൻസിഡന്റുകൾ കേൾക്കുമ്പോൾ ഹല്ലേലൂയ, സ്തോത്രം, ഭയപ്പെട്ടു പോകരുത്. ദൈവാത്മാവ് പറയുന്നു, ഭയപ്പെട്ടു പോകരുത്, മറിച്ച് ഹല്ലേലൂയ വിശ്വാസത്തിൽ ദൃഢപ്പെടുവാൻ. ഒത്തിരി വാക്യങ്ങളുണ്ട്, അതിലേക്ക് പോകുന്നില്ല. വേഗത്തിൽ ഫിലിപ്പിയ ലേഖനം 2:12 പറയുന്നു, വർക്ക്ഔട്ട് യുവർ സാൽവേഷൻ. നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ, വർക്കൗട്ട് ചെയ്യാനാ പറയാം. വർക്കൗട്ടിന്റെ അർത്ഥം work out your salvation. No auto renewal spiritual system. It is the responsibility of every child to daily exercise in spiritual life to work out salvation. Then 2 Corinthians 13:5, examine your faith so that you will not fail the test എന്നാ. മലയാളത്തിൽ അതില്ലെന്ന് തോന്നുന്നു. 2 Corinthians 13:5 എഴുതിയിരിക്കുന്നു, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നു എന്നൊരു ശോധന ചെയ്യുവിൻ. എന്തിനാണെന്ന് അറിയാമോ? അവന്റെ അവസാനം എഴുതിയിരിക്കുന്നത് ഫൈനൽ ടെസ്റ്റിൽ പരാജയപ്പെടാതിരിക്കാൻ. അതിനുവേണ്ടി ഇപ്പോൾ എക്സാമിൻ ചെയ്യാൻ. മനസ്സിലായോ? നിങ്ങൾ അത് എടുത്തെങ്കിൽ ഒന്ന് വായിക്കും. മലയാളത്തിൽ എന്താന്ന്? 2 Corinthians, ഞാൻ കൊടുത്താൽ 13:15 ആരെങ്കിലും എടുത്ത് വായിച്ചോ. 2 Corinthians 13:5, 2 Corinthians 13:5. സ്തോത്രം. നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവെന്ന് അടുത്തത് ശ്രദ്ധിക്കണം. ആ കൊള്ളരുതാത്തവർ അല്ല എന്ന് വരികിൽ യേശു ക്രിസ്തു ഉള്ളിൽ, രാവിലെ പറഞ്ഞ ദൈവപുത്രൻ യേശു ക്രിസ്തു ഉള്ളിലുണ്ട് എന്നുള്ളതിന് എന്നറിയാമോ? സ്തോത്രം. ഇത് ശോധന ചെയ്യുമ്പോൾ അറിയാമെന്ന്. ശോധന ചെയ്യുമ്പോൾ തന്നെത്താൻ ശോധന ചെയ്യുമ്പം. ഇനിയും ഇംഗ്ലീഷ് ഒന്ന് നോക്കിയേ. ഇംഗ്ലീഷിൽ examine yourself and finally do you not realize this about yourself, that Jesus Christ in you, unless indeed you fail to meet the test. You look into that. ഫൈനൽ ടെസ്റ്റിൽ പരാജയപ്പെടാതിരിക്കാൻ ഇപ്പോഴേ എക്സാമിൻ ചെയ്യാൻ. നമ്മുടെ ചില പിള്ളേർ ലാസ്റ്റ് മിനിറ്റിലാണ് പഠിക്കുന്നത്, അല്ലേ? കർത്താവ് അതുപോലെ ഇവിടെ നടക്കത്തില്ല. കർത്താവിന് സ്തോത്രം. നമുക്കറിയത്തില്ലല്ലോ ഏത് സമയമോ. അതുകൊണ്ട് ഏത് സമയത്ത് നമ്മൾ ഒരുങ്ങിയിരിക്കുക, ഡെയിലി എക്സാമിൻ ചെയ്യുക. ഈ ഉപവാസപ്രാർത്ഥനയുടെ സമയങ്ങൾ എക്സാമിൻ ചെയ്യാൻ വേണ്ടിയാണ്. രാവിലത്തെ ദൂത് എക്സാമിൻ ചെയ്യാനുള്ള സമയമാണ്. കർത്താവിന് സ്തോത്രം. This is the time to examine ourselves and see that we are in the faith.